ഹലോ ഫ്രണ്ട്സ്, CME ഫുഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ റെസിപ്പി ചിക്കൻ തിക്കയുടെ റെസിപ്പിയാണ്. വളരെ ഈസി ആയിട്ട് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു ചിക്കൻ തിക്ക. ഇതിന് ഓവനൊന്നും ആവശ്യമില്ല. നമ്മൾ സ്റ്റൗ ടോപ്പിൽ ഒരു പാൻ ഉണ്ടെങ്കിൽ അത് വെച്ച് തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു റെസിപ്പി. അപ്പോൾ ആദ്യം നമുക്ക് ഈ ചിക്കൻ ഒന്ന് മാരിനേറ്റ് ചെയ്തെടുക്കാം. 1 ടേബിൾ സ്പൂൺ നല്ല എരിവുള്ള മുളക് പൊടി, 1 ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടി, 2 ടേബിൾ സ്പൂണോളം ഇഞ്ചി വെളുത്തുള്ളി ഒന്ന് ചതച്ചത്, 1 ടേബിൾ സ്പൂൺ കുരുമുളക് പൊടി. അപ്പൊ നിങ്ങൾക്ക് വേണമെങ്കിൽ കാശ്മീരി ചില്ലി ചേർക്കാം. ഇതിലേക്ക് 1/4 ടേബിൾ സ്പൂണോളം മസാല ചേർക്കുക. ഇനി 2 ടേബിൾ സ്പൂണോളം ചില്ലി ഫ്ലേക്സ് ചേർക്കുക. ഒരു 4-5 മുളക് എടുത്തിട്ട് ഒന്ന് പൊടിച്ചെടുത്തതാണ്. അപ്പൊ നിങ്ങൾക്ക് വേണമെങ്കിൽ കുറക്കാം കൂട്ടാം. ഇനി ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ തൈര് ചേർക്കുക. അപ്പൊ തൈര് ചേർക്കുമ്പോൾ പുളി ഇല്ലാതെ ചേർക്കുകയായിരിക്കും ഏറ്റവും നല്ലത്. ആവശ്യത്തിന് ഉപ്പ് ചേർക്കുക. ഇതിലേക്ക് ഒരു പകുതി ചെറുനാരങ്ങ കൂടെ പിഴിഞ്ഞ് ചേർക്കുന്നുണ്ട്. ഇനി ഇതെല്ലാം കൂടെ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. അപ്പൊ നിങ്ങൾ കാശ്മീരി ചില്ലി ചേർക്കുകയാണെങ്കിൽ ഒന്നുകൂടെ കളർ കിട്ടും. ഞാനിപ്പോ സാധാരണ മുളക് പൊടിയാണ് ചേർത്തത്. ഇതെല്ലാം കൂടെ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. ഇതിലേക്ക് വേണ്ടി 1 കിലോ ബോൺലെസ് ചിക്കൻ നന്നായി കഴുകി വൃത്തിയാക്കിയിട്ട് ചെറിയ കഷ്ണങ്ങളാക്കി മുറിച്ചെടുത്തിട്ടുണ്ട്. ചെറിയ ചെറിയ ക്യൂബ്സ് ആക്കിയിട്ട് കട്ട് ചെയ്യാൻ വേണ്ടി ശ്രദ്ധിക്കാം. ഇനി ഇതെല്ലാം കൂടെ നന്നായിട്ട് മിക്സ് ആക്കി എടുക്കുക. നിങ്ങൾക്ക് ഒന്നുകൂടെ അട്രാക്റ്റീവ് ആയിട്ട് കിട്ടണമെന്നുണ്ടെങ്കിൽ കളർ ആഡ് ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ ഒന്നുകൂടെ കാണാൻ നല്ല ഭംഗിയായിരിക്കും. അപ്പോൾ നമ്മൾ വീട്ടിലൊക്കെ ചെയ്യുമ്പോൾ കളറിന്റെ ആവശ്യമില്ലാത്തതുകൊണ്ടാണ് ഞാനിപ്പോൾ ഇങ്ങനെ ചെയ്തത്. ഇപ്പൊ ചിക്കനിലേക്ക് മസാല ഒക്കെ നന്നായിട്ട് മിക്സ് ആക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇത് 1/2 മണിക്കൂറെങ്കിലും മിനിമം ഇത് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെക്കുക. ഈ സമയം കൊണ്ട് നമുക്ക് ഇതിലേക്ക് വേണ്ട ക്യാപ്സിക്കം, സവാള, പിന്നെ തക്കാളിയൊക്കെ ഒന്ന് കട്ട് ചെയ്തിട്ട് റെഡിയാക്കി വെക്കാം. ഒരുപാട് ചെറിയ പീസസ് ഒന്നും ആക്കണ്ട, വലിയ വലിയ പീസസ് ആക്കിയിട്ട് കട്ട് ചെയ്തെടുക്കാം. പിന്നെ ഇതിനൊന്നും പ്രത്യേകിച്ച് അളവൊന്നുമില്ല, നിങ്ങൾക്ക് ഇഷ്ടമുള്ളത്ര എടുക്കാം. ചിലർക്ക് അധികം ആവശ്യം ഉണ്ടാവില്ല, ചിലർക്ക് കുറച്ച് മതി. ഇനി നമുക്ക് ഇതിലേക്ക് വേണ്ടത് ഇതുപോലത്തെ ബാർബിക്യൂ സ്റ്റിക്കാണ്. അതിലേക്ക് നമുക്ക് ഇഷ്ടമുള്ള പോലെ നമുക്ക് കോർത്തെടുക്കാം. ഞാനിപ്പോൾ ഒരു സവാള വെച്ച് 2 കഷ്ണം ചിക്കന് വെച്ചിട്ട് പിന്നെ ക്യാപ്സിക്കം, പിന്നെ 2 പീസ് ചിക്കന്, അങ്ങനെയാണ് ലെയർ ചെയ്തെടുക്കുന്നത്. ഇനി ഇതിലേക്ക് ഞാൻ ഒരു തക്കാളിയുടെ പീസും കൂടെ വെച്ച് കൊടുക്കുന്നുണ്ട്. അപ്പൊ ഇതുപോലെ തന്നെ ചെയ്യണം എന്നില്ല, നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ ചെയ്തെടുക്കുക. ഞാൻ ഇതിലേക്ക് കുറച്ച് മിന്റ് ലീവ്സും കൂടെ വെച്ച് കൊടുത്തിട്ടുണ്ട്, ഒരു ഫ്ലേവർ കിട്ടാൻ വേണ്ടിയിട്ട്. അപ്പൊ ഞാനിതൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ഗ്രില്ല് ചെയ്തെടുക്കാം. അപ്പൊ അതിന് വേണ്ടിയിട്ട് ഞാനൊരു പാനാണ് എടുക്കുന്നത്. ഒരു ഗ്രില്ലർ പോലത്തെ ഒരു പാനാണ് എടുക്കുന്നത്. അപ്പൊ നിങ്ങൾക്ക് സാധാരണ പാൻ തന്നെയാണെങ്കിൽ അതെടുത്താലും മതി. അപ്പൊ ഈ തക്കാളിയൊക്കെ അധികം വേണമെന്നുണ്ടെങ്കിൽ അധികം ചേർത്ത് കൊടുക്കുക. ഞാനിപ്പോ ഒരു സ്റ്റിക്കിൽ ഒരൊറ്റ പീസ് മാത്രമേ ചേർത്തിട്ടുള്ളൂ. അപ്പൊ ചിക്കന്റെ അളവ് കൂട്ടണമെങ്കിൽ നിങ്ങൾക്ക് കൂട്ടി കൊടുക്കുക. ഇതിപ്പോ അത്യാവശ്യം ഒരാൾക്ക് കഴിക്കാനുള്ളത് ഉണ്ടാവും. ഇനി ഒരു പാന് ചൂടാക്കുക, അതിലേക്ക് ഓയിൽ ഒഴിച്ചു കൊടുക്കുക. ഒരുപാട് ഓയിലൊന്നും വേണ്ട, ഈ പാനിൽ കംപ്ലീറ്റ് ഒന്ന് സ്പ്രെഡായി കിടക്കുന്ന രീതിയിലുള്ള ഓയിൽ ഒഴിച്ചാൽ മതി. അപ്പൊ ഓയിൽ എടുക്കുമ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഓയിൽ എടുക്കുക, വെളിച്ചെണ്ണ എടുക്കാതിരിക്കാവും നല്ലത്. അപ്പൊ നന്നായിട്ട് ഓയിൽ ചൂടായി കഴിഞ്ഞാൽ ഇതിലേക്ക് നമ്മൾ ഓരോ ചിക്കനും വെച്ചു കൊടുക്കാം. അപ്പൊ ചൂടായ എണ്ണയിലേക്ക് ഈ സ്റ്റിക്ക് വെച്ചു കൊടുക്കുന്ന സമയത്ത് ഈ തക്കാളിയുടെ വെള്ളം അതിലേക്ക് ആയിട്ട് അതിങ്ങനെ പൊട്ടി പൊട്ടി വരാൻ ചാൻസ് ഉണ്ട്. അപ്പൊ ശ്രദ്ധിച്ചിട്ട് ചെയ്യാം. ഇനി ഇത് മീഡിയം ഫ്ലെയിമിലാണ് നമ്മൾ കുക്ക് ചെയ്തെടുക്കുന്നത്. അപ്പൊ ഒരു ഭാഗം ആയി കഴിഞ്ഞാൽ ലോ ഫ്ലെയിമിൽ വെക്കുക. ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് നന്നായിട്ട് ചിക്കനൊക്കെ ചൂടായിട്ടുണ്ടാവുമല്ലോ, ആ ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് പിന്നെ ചെറിയ തീയിൽ ഇരുന്നിട്ട് തന്നെ ഇത് ഗ്രില്ലായിട്ട് കിട്ടണം. എങ്കിൽ ഇതിന്റെ ഉൾഭാഗമൊക്കെ നന്നായിട്ട് വേവുള്ളൂ. പിന്നെ നമ്മൾ എത്രത്തോളം ചെറിയ പീസാക്കി എടുക്കുന്നോ അതിനനുസരിച്ച് പെട്ടെന്ന് ആയി കിട്ടും. പിന്നെ ചിക്കൻ എടുക്കുമ്പോൾ എപ്പോഴും ചെറിയ ചിക്കൻ എടുക്കും. ഒരുപാട് വെയിറ്റ് ഉള്ള ചിക്കൻ എടുക്കുമ്പോൾ ഇത് വെന്ത് കിട്ടാൻ കുറച്ച് പാടാവും. അപ്പൊ ഏറ്റവും ചെറിയ ചിക്കൻ കിട്ടുകയാണെങ്കിൽ അത്രയും നല്ലത്. അപ്പൊ അതിന്റെ ബോണൊക്കെ മാറ്റിയിട്ട് നമുക്ക് ഇതുപോലെ ചെയ്തെടുക്കാൻ പറ്റും. അപ്പൊ ഇത് ഒരുപാട് ലൈറ്റ് ഷെയ്ഡിൽ തന്നെ തിരിച്ചിട്ടിട്ട് നമ്മൾ എടുക്കരുത്. ഇതുപോലെ ഈ ഒരു കളറിൽ വന്നാൽ അതിന്റെ പെർഫെക്റ്റ് ടേസ്റ്റ് നമുക്ക് കിട്ടുള്ളൂ. അപ്പൊ ഇതൊക്കെ ഏകദേശം ആയിട്ടുണ്ട്. അപ്പൊ ആയത് നമ്മൾ ഇതിലേന്ന് മാറ്റുക. എന്നിട്ട് ആവാത്ത ഭാഗം നമ്മൾ ആ ഭാഗത്തേക്ക് തിരിച്ചിട്ടിട്ട് നന്നായിട്ട് കുക്ക് ചെയ്തെടുക്കാം. അപ്പോൾ വളരെ ഈസിയാണ്, നമുക്ക് വീട്ടിലുണ്ടാക്കി എടുക്കാൻ പറ്റും. അപ്പോൾ നമുക്ക് സാധാരണ ഒരു പാൻ ഉണ്ടെങ്കിൽ ഇതുപോലെ ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കുക. അപ്പോൾ ഇതിന്റെ കൂടെ നമ്മൾ കുറച്ച് ഹമ്മൂസോ കുറച്ച് കുബൂസോ ഒക്കെ ഉണ്ടെങ്കിൽ നല്ല ടേസ്റ്റി ആയിരിക്കും. അപ്പോൾ ഇതിലുള്ള വെജിറ്റബിൾസ് കഴിക്കാനും ഒരുപാട് ടേസ്റ്റ് ആണ്. അപ്പോൾ തീർച്ചയായിട്ടും എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. കുട്ടികൾക്കൊക്കെ വളരെ ഇഷ്ടപ്പെടുന്ന ഒരു റെസിപ്പിയാണ്. അപ്പോൾ ഇതിന്റെ വെജിറ്റബിൾസ് ഒക്കെ കുട്ടികൾ വരെ കഴിച്ചോളും. അതിന്റെ ആ ചിക്കനിലുള്ള ഫ്ലേവറൊക്കെ അതിലേക്ക് ഇറങ്ങിയിട്ട് ഒരു പ്രത്യേക ടേസ്റ്റ് ആണ് ആ വെജിറ്റബിൾസിനൊക്കെ.
ആണ്. ഇനി ബാക്കിയുള്ള ചിക്കനും കൂടെ ഇതുപോലെ നമുക്ക് കുക്ക് ചെയ്തെടുക്കാം. അപ്പൊ നമ്മുടെ ചിക്കൻ തിക്ക മുഴുവനായിട്ട് ഞാനിവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. 1 കിലോ ബോൺലെസ് ചിക്കൻ ഉണ്ടെങ്കിൽ ഇത്രയും ക്വാണ്ടിറ്റിയിൽ നമുക്ക് ചിക്കൻ തിക്ക റെഡിയാക്കി എടുക്കാൻ പറ്റും. ഞാനിപ്പോൾ ഇതിന്റെ കൂടെ കുറച്ച് അമ്മൂസ് റെഡിയാക്കിയിട്ടുണ്ട്, പിന്നെ കുബൂസും. അപ്പൊ ഇതെല്ലാം കൂടെ കഴിക്കാൻ നല്ലൊരു കോമ്പിനേഷൻ ആണ്. അപ്പൊ നിങ്ങൾക്ക് ചപ്പാത്തിയുടെ കൂടെ അല്ലെങ്കിൽ വെറുതെ കഴിക്കാനത് നല്ല ടേസ്റ്റ് തന്നെയാണ്. ഇതിപ്പോ നമ്മൾ പാനിൽ വെച്ചിട്ട് ഗ്രില്ല് ചെയ്തെടുത്തിട്ട് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ചിക്കനാണ് നമുക്ക് കിട്ടുക. നല്ല ടേസ്റ്റ് ആണ് കഴിക്കാൻ. അപ്പൊ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇതുപോലത്തെ ചിക്കൻ തിക്ക കഴിക്കാൻ ആഗ്രഹം ഉണ്ടെങ്കിൽ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. വളരെ ഈസി ആയിട്ട് നമുക്ക് വീട്ടിൽ തയ്യാറാക്കി എടുക്കാൻ പറ്റും. ഇതുപോലെ ചിക്കൻ തിക്ക ട്രൈ ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. എന്നിട്ട് ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത്. അപ്പൊ നിങ്ങൾക്ക് എന്റെ വീഡിയോസ് ഒക്കെ ഇഷ്ടാവുന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാൻ മറക്കരുത്. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊന്ന് സബ്സ്ക്രൈബും കൂടെ ചെയ്യാൻ മറക്കരുത്. നെക്സ്റ്റ് വീഡിയോയിൽ നല്ല റെസിപ്പിയുമായിട്ട് വരാം. അതുവരേക്കും എല്ലാവർക്കും താങ്ക് യു. ബൈ.